നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാടിനെ പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച നരഭോജി കടുവ അത് മൺമറഞ്ഞതിന് പിന്നിൽ പല ദുരൂഹതയും തുടക്കം മുതൽ തന്നെ സംശയിക്കുന്നുണ്ട്. അസ്വാഭാവികമായ ചില സംഭവങ്ങൾ അന്ന് നടന്നിരുന്നു. കാരണം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു കടുവയെ വെടിവെച്ച് കൊല്ലാനായി വനം മന്ത്രി ഉത്തരവുമായി കുടുംബത്തെ കാണാനെത്തുന്നു. അതിന് തൊട്ട് മുൻപായിരുന്നു RRT ഉദ്യോഗസ്ഥനെ ഈ കടുവ ആക്രമിച്ചതും അതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ തോതിൽ അമർഷം പുകഞ്ഞത്. ശേഷം ഈ ഉത്തരവ് ഉയർത്തിക്കാട്ടി ജനങ്ങളെ ശാന്തരാക്കാനായി മന്ത്രി ശ്രമിച്ചുവെങ്കിലും പിന്നീട് പലതവണ കടുവയെ കണ്ടെങ്കിലും വെടിവെക്കാനായി സംഘം തയ്യാറായില്ല എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. വീണ്ടും മയക്കുവെടിവെച്ച് മാറ്റാനാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയുന്നത് പോലെ ആരോ ആക്രമിച്ച് കടുവ കൊല്ലപ്പെട്ടു. അത് മറ്റൊരു കടുവ ആക്രമിച്ച് ഏറ്റുമുട്ടലിനിടയിലുണ്ടായ മുറിവിൽ രക്തം വാർന്ന് മരണപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന തിരക്കഥയിൽ. പക്ഷേ ഇതിൽ അസ്വാഭാവികത ആരോപിച്ചുകൊണ്ട് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്ക് പരാതി ലഭിച്ചിരിക്കുകയാണ്. ആനിമൽസ് ആൻഡ് നേച്ചർ എത്തിക്സ് കമ്മ്യൂണിറ്റി ട്രസ്റ്റാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഇതിലൂടെ ആരോപിക്കുന്നത്. കാടിനുള്ളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമിച്ച് കയറിയതായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഹൈക്കോടതിയിലടക്കം കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ആലോചനയാണ് ഈ സംഘടനയ്ക്കുള്ളത്. കടുവയെ പിടികൂടുന്നതിനോ കടുവയെ വെടിവെക്കുന്നതിനോ അല്ല, ഇതിനിടയിൽ ചില തിരക്കഥ സംഭവിച്ചിരിക്കുന്നു, ചില നാടകങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തത്രപ്പാട് നടന്നിരിക്കുന്നു എന്നുള്ള ആരോപണം അന്ന് മുതൽ തന്നെ ശക്തമായതായിരുന്നു. ഇല്ലെങ്കിൽ എങ്ങനെയാണ് വെടിവെക്കാനായി ഉത്തരവ് കിട്ടി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കടുവ മറ്റൊരു കടുവയുടെ ആക്രമണത്തിൽ ചത്തു വീഴുന്നത്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മനുഷ്യരാരെങ്കിലും ആണോ എന്നുള്ള സംശയമാണ് അന്ന് മുതൽ പറഞ്ഞത്. അതോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി അറിഞ്ഞുകൊണ്ട്, മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു നാടകമാണോ എന്നും പലരും സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും അന്ന് വെടിവെച്ച് കൊല്ലാനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും അത് നിയമവിരുദ്ധമാണെന്നാണ് വിദഗ്ധർ പിന്നീട് ചൂണ്ടിക്കാട്ടിയത്. കാരണം കേരള സർക്കാരിന് സ്വന്തമായ ഒരു വന നിയമം കൊണ്ടുവന്ന് നിലവിലുള്ള നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായി സാധിക്കില്ല. മനുഷ്യജീവനേക്കാളും വിലയുള്ളതാണ് വന്യജീവികളെന്ന് തമാശ രൂപേണെങ്കിലും പറയുമെങ്കിലും കാര്യം അത് ശരിയാണ്. വന്യജീവികളിൽ പല ക്ലാസുകളായി തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഷെഡ്യൂൾഡ് വിഭാഗത്തിലുള്ള ജീവികളെ തൊട്ടാൽ പോലും ജയിലിലിടിഞ്ഞാലും പുറത്തു വരാത്ത രീതിയിൽ അഴിയെണ്ണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോഴാണ് ഒരു കടുവയെ വെടിവെച്ച് കൊല്ലാൻ തന്നെ മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് കടുവയെ കൊല്ലാനെന്നല്ല, കടുവയുടെ ദേഹത്തൊരു പോറലേൽപ്പിച്ചാൽ പോലും ആരൊക്കെയാണോ ഉദ്യോഗസ്ഥർ, ആരൊക്കെയാണോ ഉത്തരവിട്ടത്, ഇവർ മുഴുവൻ അഴിയെണ്ണുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. കൊല്ലാൻ പോയിട്ട് ഒരു പരിക്കേൽപ്പിക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തിനാണ് ഈ വെടിവെച്ച് കൊല്ലുന്ന ഉത്തരവുമായി ജനങ്ങൾക്ക് മുന്നിൽ വലിയ ഷോ കാണിച്ചത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇനി ഇതിനെ സാധൂരിക്കുന്ന ചില നിയമങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കടുവകളെ 1-ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന കടുവയെ വകുപ്പ് 11 പ്രകാരം വെടിവെച്ച് കൊല്ലാൻ എങ്ങും തന്നെ ഉത്തരവില്ല. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായാൽ നരഭോജി കടുവയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കൂട് സ്ഥാപിച്ച് അതിനെ പിടികൂടുക. കൂട് സ്ഥാപിച്ച് പിടികൂടുന്നത് വിലപ്പോയില്ലെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റേതെങ്കിലും കാട്ടിലേക്കോ കാട്ടിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായ കൂട്ടിലടച്ച് സംരക്ഷിക്കുക, മൃഗശാല പോലെയുള്ള എവിടെയെങ്കിലും പാർപ്പിക്കുക. ഇതല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും 100 പേരെ കൊന്നെന്ന് പറഞ്ഞാൽ പോലും കടുവയെ വെടിവെച്ച് കൊല്ലാൻ നമ്മുടെ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ തന്നെ അറിഞ്ഞിട്ടും ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് മന്ത്രി ശ്രമിച്ചത് എന്നുള്ളതാണ് ഇനി ഏവരുടെയും ചോദ്യം. പഞ്ചാരക്കൊല്ലിയിൽ വലിയ തോതിൽ ജനരോഷമുണ്ടാവുകയും മന്ത്രിയെ തടയുകയും ചെയ്യുന്ന സാഹചര്യം മാധ്യമങ്ങളിലൂടെ നമ്മൾ ഏവരും കണ്ടതാണ്. എന്നാൽ ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ജനരോഷം ആളിക്കത്തുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെച്ച് കൊല്ലുന്ന ഉത്തരവുമായി രംഗത്ത് വന്നത്. വനപാലകർക്ക് പോലും വളരെ വ്യക്തമായി അറിയാവുന്നതാണ് ഇത് ഏറെ കുറ്റകരമായിട്ടുള്ളതാണെന്ന്. ഇനിയിപ്പോൾ എത്ര വലിയ ഉത്തരവുണ്ടെങ്കിലും ആരാണോ വെടിവെക്കുന്നത്, ആരാണോ റേഞ്ച് ഓഫീസർ, DFO, ഇവരെയൊക്കെ തന്നെ ആയിരിക്കും ജീവിതകാലം മുഴുവൻ ഇത് വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെടിവെക്കാതെ മയക്കുവെടി എന്ന നിലയിലേക്ക് ഈ ഉത്തരവ് കിട്ടിയതിന് ശേഷവും വനപാലകർ മുന്നോട്ട് നീങ്ങിയത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി കടുവ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു.
പഞ്ചാരക്കൊല്ലിയിൽ ജനുവരി 24 കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീയായ രാധ കൊല്ലപ്പെട്ടത്. കാപ്പി പറിക്കാൻ പോയ സമയത്ത് വനംവകുപ്പ് താൽക്കാലിക വനം വാച്ചർ കൂടിയായിട്ടുള്ള അപ്പച്ചൻ്റെ ഭാര്യ രാധയെ അങ്ങനെ കടുവ ആക്രമിച്ചു, മൃഗീയമായി കൊലപ്പെടുത്തി. കടുവയ്ക്ക് വേണ്ടി പിന്നാലെ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ RRT സംഘാംഗമായ ജയസൂര്യയ്ക്ക് നേരെയും കടുവയുടെ ആക്രമണമുണ്ടായി. പിന്നീട് ജനങ്ങൾ ഇരമ്പുകയും ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കുകയും ചെയ്തു. മറ്റു മാർഗമൊന്നും തന്നെ ഇല്ലാതെ വന്നതോടെ കടുവയെ വെടിവെച്ചിടാൻ ഉത്തരവിട്ടു. പഞ്ചാരക്കൊല്ലിയിലെ ഈ കടുവ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടൽ നടത്തിയെന്നും സ്വാഭാവികമായ രീതിയിൽ ചത്തതാണെന്നും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലൂടെ പ്രാഥമികമായി കണ്ടെത്തി. കഴുത്തിലുണ്ടായ ആഴത്തിലെ മുറിവ്, ഇതാണ് മരണകാരണം. രക്തം വാർന്നു തന്നെ ആയിരിക്കണം കടുവ മരിച്ചിരിക്കുന്നത്. കാരണം കടുവയെ കണ്ടെത്തുന്നത് ജനവാസ മേഖലയിലായിരുന്നു. കടുവ കിടന്നെടുത്ത് രക്തം തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഉൾവനത്തിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ മരിക്കാനായി നാട്ടിലേക്കെത്തി. ഇതിലും രസകരമായൊരു സംഭവം എന്ന് പറയുന്നത്, മനുഷ്യനെ പോയിട്ട് ഒരു കോഴിയെപ്പോലും വേട്ടയാടാൻ കഴിയാത്ത ഏറെ അവശയായ കടുവയാണ് ഇത്തരത്തിൽ പിടികൂടിയതെന്നാണ് പിന്നീട് മനസ്സിലാക്കാനായി കഴിഞ്ഞത്. എന്നായിരുന്നാലും രാധയെ കൊന്ന അതേ കടുവ തന്നെയാണിതെന്നും വനംവകുപ്പ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. കാരണം കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രഭാഗങ്ങൾ, കമ്മൽ, മുടി എന്നിവയൊക്കെ തന്നെ കടുവയുടെ വയറ്റിൽ കണ്ടെത്തിയിരുന്നു. കടുവയുടെ കഴുത്തിലുണ്ടായ ആഴത്തിലെ മുറിവ് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. 4 മുറിവുകളാണ് കഴുത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു കടുവ ആക്രമിച്ചതാകാമെന്ന് അനുമാനിക്കുന്നു. ഏറ്റുമുട്ടലിൽ പരിക്ക് സംഭവിച്ചു എന്നുള്ളതും ഇത് കാരണം തന്നെയാണ് മരിച്ചതെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായ പ്രമോദ് വ്യക്തമാക്കുകയും ചെയ്തു. പുലർച്ചെ ഏകദേശം 2:30 പിലാക്കാവിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. രാത്രി 12:30 ഇതേ കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു എന്നുള്ളതും സാക്ഷ്യപ്പെടുത്തിയതാണ്. അവശ നിലയിൽ തന്നെയാണ് കണ്ടെത്തിയത്. കാടിനുള്ളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു മേഖലയിലാണ് ആദ്യം അവശ നിലയിൽ ഈ കടുവയെ കണ്ടത്. അവിടെ കടുവ കോഴിമാലിന്യമടക്കം ഭക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായത്. 2 മണിക്കൂർ നേരം കടുവയെ നിരീക്ഷിച്ചു. പിന്നീട് ഇതൊരിടത്ത് ചത്തു കിടക്കുന്നതായും കണ്ടു. സംസ്ഥാനത്ത് ഇപ്പോൾ വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഇതിന് കൃത്യമായൊരു പോംവഴിയാണ് ആവശ്യമായി വരുന്നത്. അതിന് നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അപകടകാരികളെ കൊല്ലുന്നതിനടക്കം നിയമഭേദഗതി ആവശ്യപ്പെട്ട് വനം മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ മാസം കേന്ദ്രമന്ത്രിയെ സന്ദർശിച്ചൊരു നിവേദനം നൽകിയിരുന്നു. കാലാനുസൃതമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഉപദ്രവകാരികളായ കടുവ, ആന തുടങ്ങിയ വന്യജീവികളെ പിടികൂടി ദ്രുത നടപടി സ്വീകരിച്ച് ഇതിന് തടസ്സമായി നിൽക്കുന്ന കേന്ദ്ര മാനദണ്ഡങ്ങൾ ഭേദഗതി ചെയ്യണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. 2022 ഭേദഗതി നിയമപ്രകാരം 1-ാം പട്ടികയിലുള്ള കുരങ്ങ് വർഗ്ഗങ്ങളെ 2-ാം പട്ടികയിലേക്കും അതുപോലെ മറ്റ് ചെറിയ മാറ്റങ്ങളും പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി അറിയിപ്പ് നൽകിയിരുന്നു. ഇതുകൂടാതെ മനുഷ്യനും കൃഷിക്കുമൊക്കെ തന്നെ വിലങ്ങുതടിയായി മാറുന്ന കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും സംസ്ഥാന സർക്കാർ പ്രധാനമായി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലും ഉടനടി പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.